ജൂൺ 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് ജൂൺ 10. ഫസ്റ്റ് നോക്കിക്കോ, കറക്റ്റായിട്ട് ജൂൺ 10. അപ്പോൾ ഇതാണ് ഗൈസ് 3 വർഷം പ്രവാസ ലോകത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഏക സമ്പാദ്യം. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുക വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല, പക്ഷെ ദൂരേക്ക് എടുക്കണമെങ്കിൽ ഞാൻ തിരിഷ്ണിക്കും. അപ്പോൾ ഇതാണ് നിലവിൽ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്. കാരണം അത്രത്തോളം ഫാറ്റി ആയിട്ടുള്ളൊരു ബോഡിയാണ്. അപ്പോൾ ഒരു ബോഡി ട്രാൻസ്ഫറിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു ബോഡി ലാംഗ്വേജാണ് ഈ ഒരു കാണുന്നത് മൊത്തം. പിന്നെ റിസൾട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സൈഡ് ഫാറ്റൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. കാരണം അത്രത്തോളം ബെല്ലിയായിട്ടാണ് കിടക്കണത്. ബാക്ക് സൈഡായാലും നോക്കിയോ നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം ഫാറ്റി ആയിട്ടുള്ളൊരു ബോഡി കുറയ്ക്കുക പറഞ്ഞ റിസ്ക്കുള്ള കാര്യമാണ്. ഇപ്പോൾ നിലവിൽ 117 ആണുള്ളത് എൻ്റെ ഒരു ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 117.300 സംതിങ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു 3 മന്ത് ടച്ച് ആവുന്നതിനൊക്കെ തൊട്ട് മുമ്പ് കിട്ടിയ ഒരു റിസൾട്ടാണ്. കാരണം എനിക്ക് ഡ്രസ്സ് ഞങ്ങൾ ഇടുമ്പോൾ തന്നെ ഒരു മസ്കുലറായിട്ടുള്ള ബോഡി ബിൽഡപ്പായി വരുന്ന ഒരു കോൺഫിഡൻസ്, അതിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബോഡി ചേഞ്ചിങ് ആണ്. പിന്നീട് എനിക്ക് കിട്ടിയൊരു ചേഞ്ചിങ് ആണ് ഞാൻ ഈ ഡ്രസ്സ് ഞങ്ങൾ ഊരിയിട്ട് ഞാൻ കാട്ടി തരുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും ബെല്ലിയായി കിടന്ന ഒരു ബാക്ക് ബോഡി അവിടെ ഒന്ന് മസിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ബിൽഡപ്പായി വരുമ്പോൾ കിട്ടുന്ന ഒരു ഏരിയാസ് ഏകദേശം ഒരു കുഴപ്പമില്ലാണ്ട ലെവലിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ മോട്ടിവേഷനാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ലെഗിൻ്റെ മസിൽസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് നൽകിയത്. കാരണം ഈ ഒരു മോട്ടിവേഷൻ പറഞ്ഞാൽ അത്യാവശ്യം കോൺഫിഡൻസ് എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഫാറ്റായി കിടന്ന ഒരു ഏരിയാസ്, ഒരു മസിൽസിൻ്റെ ഷേപ്പും കാര്യങ്ങളും ആ ഒരു കട്ടിങ്സ് ഞങ്ങളൊക്കെ പുറത്ത് ചാടി കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇനിയും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എന്ന ലെക്കാണ്. അപ്പോഴത്തിന് ഞാൻ 117 നിന്ന് 102 ഞാൻ എത്തിക്കഴിഞ്ഞു. ആ ഒരു ഫീലിംഗ് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് വരെ ചേഞ്ച് ആക്കിയ ഒരു സംഭവം. പിന്നീട് എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അഫർമേഷൻസ് മനസ്സിൽ കൊടുത്തിട്ടുള്ള ഗോൾസ് വെച്ചിട്ടുള്ള വർക്കൗട്ടിങ്ങായിരുന്നു. കാരണം ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ റിസൾട്ട് എനിക്ക് എങ്ങനെയും അച്ചീവ് ചെയ്തെടുത്തേ പറ്റുന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഞാൻ കൊടുത്തിട്ടായിരുന്നു. കാരണം വർക്കൗട്ട് ചെയ്തിരുന്നു. കാരണം ആ ഒരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വർക്കൗട്ടും കാര്യങ്ങൾ ചെയ്തിരുന്നത്. കാരണം ആ ഒരു കിട്ടിയ മോട്ടിവേഷൻ പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാര്യങ്ങളായിരുന്നില്ല. കാരണം അത്രയും വെയിറ്റിൽ നിന്ന് പിന്നീട് വെയിറ്റ് ലോസ് ആയിട്ട് കിട്ടിയ റിസൾട്ട്. അപ്പോൾ ഒന്നുള്ളതിനേക്കാളും ജസ്റ്റ് ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഗ്രോത്ത് ആയി ബാക്ക് മസിൽസ്. ഇതാണ് ഗ്രോത്ത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മിററിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്ട്രീമിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫായിട്ടുള്ള കോൺഫിഡൻസ് ആണ്. കാരണം ആ മസിൽസ് ഗ്രോത്തായി വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ് സെൻസ് ആയാലും മൊത്തത്തിൽ നമുക്കൊരു ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്. അപ്പോൾ ഇത്ര നാളത്തെ ഫീഡ്ബാക്കാണ് ഈ കാണുന്ന വീഡിയോ. ഈ ഒരു ചേഞ്ചസിലോട്ട് എൻ്റെ മെൻ്റലി ഡൗൺ ആവണം. ഞാൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ റിസൾട്ട് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്യൂച്ചറിലുള്ള ഡ്രീംസ് ഞാൻ കണ്ടിട്ട് തന്നെയാണ്. കാരണം എന്നെപ്പോലെ മറ്റു ചിലരും എനിക്ക് ചുറ്റുമുണ്ട്. കാരണം അവർക്കും ഇത്രത്തോളം എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒന്ന് മനസ്സ് വെച്ചാൽ ഇതുപോലെ ഒരു 3-4-5 മാസം കൊണ്ട് ഒരു ഹാർഡ് വർക്ക് കൊണ്ട് ഇതുവരെ എത്തിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്നെ കൊണ്ടൊരു മെസ്സേജ് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഈ കാണുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഈ കാണുന്നുണ്ട് ഈ വെയിറ്റ് 98. ഫൈനലി ഞാനത് അച്ചീവ് ചെയ്തു. കാരണം ഇനിയും കിടക്കുന്നുണ്ട് ബാക്കി, അത് വരുന്നതായിരിക്കും. അതിന് നിങ്ങളെല്ലാവരും ചെറിയൊരു സപ്പോർട്ട് മാത്രമേ എനിക്ക് വേണ്ടി വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.